ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് നമ്മളുടെ അടുത്ത സെറ്റ് ഓഫ് റിസൾട്ട്സിലേക്ക് പോവാം. ഒരു 6 or 7 റിസൾട്ട്സ് ഈ ഒരു സെക്ഷനിലുണ്ട്. ഓൾ ദീസ് റിസൾട്ട്സ് ആർ ബേസ്ഡ് ഓൺ ദി ഡെഫിനിഷൻസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെയും ഇൻഡിപെൻഡൻസിൻ്റെയും ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സോ വിൽ ഡയറക്ട്ലി ഗോ ഇൻ ടു ദി റിസൾട്ട്സ്. അതിൽ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്: if A, B, C are any three events, show that P of A union B given C is equal to P of A given C plus P of B given C minus P of A B given C. ഈ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിട്ട് എന്തെങ്കിലും ഒരു പരിചയം തോന്നുന്നുണ്ടോ? P of A union B equal to P of A plus P of B minus P of A B. ഓർമ്മയുണ്ടോ നമ്മുടെ അഡിഷൻ തിയറം? അതിനോട് സിമിലർ ആണ്, അതിൻ്റെ ഒരു വകഭേദമാണ്, ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് ഫോമാണിത്. ദിസ് ക്യാൻ ആക്ച്വലി ബി കോൾഡ് ആസ് എൻ അഡിഷൻ തിയറം ഫോർ കണ്ടീഷണൽ പ്രോബബിലിറ്റി. സോ എന്താണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? എ ബി സി എനി 3 ഇവൻറ്റ്സ് ആണെങ്കിൽ വി ഹാവ് ടു ഷോ ദാറ്റ് പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഗിവൺ സി പ്ലസ് പി ഓഫ് ബി ഗിവൺ സി മൈനസ് പി ഓഫ് എ ബി ഗിവൺ സി. അതിൻ്റെ പ്രൂഫിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ഡെഫിനിഷൻസ് ദാറ്റ് വി ഓൾറെഡി നോ. വാട്ട് വാസ് പി ഓഫ് എ ഗിവൺ ബി? ഇറ്റ് ഈസ് പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി. Similarly, P of B given A is P of A B by P of A. ഓർക്കുന്നില്ലേ? ഏതാണോ ഗിവൺ ആ ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ മാർജിനൽ. സോ ദിസ് ഈസ് P of A given B and B given A. Also we know that the addition theorem P of A union B is equal to P of A plus P of B minus P of AB. Okay. Now we are going to consider the two events എ സി ആൻഡ് ബി സി. എ സി എന്ന് വെച്ചാൽ എ ഇൻ്റർസെക്ഷൻ സി, ബി സി എന്ന് പറഞ്ഞാൽ ബി ഇൻ്റർസെക്ഷൻ സി. വി ആർ ഗോയിങ് ടു കൺസിഡർ ദീസ് 2 ഇവൻറ്റ്സ്. ഈ 2 ഇവൻറ്റ്സിൻ്റെയും ബേസ് ചെയ്തുള്ള അഡീഷൻ തിയറം അപ്പോൾ എങ്ങനെയായിരിക്കും? പി ഓഫ് എ സി യൂണിയൻ ബി സി ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ എക്സ് എന്നും ഇതിനെ വൈ എന്നും കൊടുത്താൽ എക്സ് യൂണിയൻ വൈ എന്നുള്ള സാധാരണ അഡീഷൻ തിയറം. സോ പി ഓഫ് എ സി യൂണിയൻ ബി സി ഈസ് ഈക്വൽ ടു പി ഓഫ് എ സി പ്ലസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ സി ഇൻ്റർസെക്ഷൻ ബി സി. ഓക്കെ, എ സി ബി സി എന്ന് പറഞ്ഞ 2 ഇവൻറ്റ്സിൻ്റെ അഡീഷൻ തിയറം എഴുതിയതാണ്. ഓക്കെ, നൗ കൺസിഡർ ദിസ് ലാസ്റ്റ് ടേം എ സി ഇൻ്റർസെക്ഷൻ ബി സി. എ സി എന്ന് വെച്ചാൽ എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി. ബി സി എന്ന് വെച്ചാൽ ബി ഇൻ്റർസെക്ഷൻ സി. അപ്പം എ സി ഇൻ്റർസെക്ഷൻ ബി സിയെ നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? എ സി ഇൻ്റർസെക്ഷൻ ബി സി ഇസ് എ ഇൻ്റർസെക്ഷൻ സി ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി. എല്ലാ റിലേഷൻസും ഇൻ്റർസെക്ഷൻ ആണ്. സി എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ഇവൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല സെറ്റ് നൊട്ടേഷൻസിൽ. അതുകൊണ്ട് ആ റിപ്പീറ്റ് ചെയ്ത ഇവൻറ്റിനെ ഞാൻ അങ്ങ് എടുത്തു കളഞ്ഞു. പകരം എൻ്റെ ഒരു സിംഗിൾ റെപ്പിറ്റേഷൻ മാത്രം എഴുതി. സോ എ സി ഇൻ്റർസെക്ഷൻ ബി സി ക്യാൻ ബി റിട്ടൺ ആസ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി വിച്ച് ഇസ് ഈക്വൽ ടു എ ബി സി. നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഈ ലാസ്റ്റ് ടേമിന് പകരം ഞാൻ എ സി ഇൻ്റർസെക്ഷൻ ബി സിക്ക് പകരം ഇവിടെ കിട്ടിയ എ ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നായിരുന്നു? പി ഓഫ് എ സി യൂണിയൻ ബി സി. എന്താണ് എ സി യൂണിയൻ ബി സി? എ സി യൂണിയൻ ബി സി എന്ന് വെച്ചാൽ അതിനെ എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോയെ തിരിച്ചിട്ട് പറഞ്ഞാൽ ഇതിന് പകരം എനിക്ക് ഇങ്ങനെ എഴുതാം. അങ്ങോട്ട് മാറ്റി നോക്കിയേ. എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. അത് തന്നെയാണ് ഈ കിടക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ സി യൂണിയൻ ബി സിക്ക് പകരം ഞാൻ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് എഴുതി. ലാസ്റ്റ് ടേമിലെ എ സി ഇൻ്റർസെക്ഷൻ ബി സിക്ക് പകരം എ ബി സി എന്നും എഴുതി. സോ അവർ റിസൾട്ട് ബിക്കംസ് എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ഈസ് ഈക്വൽ ടു, ബാക്കി ടേംസ് അതേപോലെയാണ്, പി ഓഫ് എ സി പ്ലസ് പി ഓഫ് ബി സി മൈനസ് പി ഓഫ് എ ബി സി. എ ബി സി വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ പറഞ്ഞ പോലെ എ സി ഇൻ്റർസെക്ഷൻ ബി സി ഈസ് ഈക്വൽ ടു ആ റിപ്പീറ്റ് ചെയ്ത ടേമിനെ അങ്ങ് എടുത്തു കളഞ്ഞു, ഒറ്റ പ്രാവശ്യം മാത്രം എഴുതി. അങ്ങനെയാണ് അത് എ ബി സി ആയത്. ഓക്കെ, നൗ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ 1ൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡിലും ഞാൻ പി ഓഫ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. Okay, I am dividing the LHS and the RHS by P of C. അപ്പോൾ എന്ത് വരും? ശ്രദ്ധിച്ച് നോക്കിയേ. ഈ ടേമിനെ ഞാൻ പി ഓഫ് ഈ ഒരു ലൈൻ ഇതിനെ ഞാൻ പി ഓഫ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? P
P of A union B intersection C by P of C is equal to P of AC എന്ന് വെച്ചാൽ A intersection C. P of AC by P of C plus P of BC by P of C minus P of ABC by P of C. ശരിയല്ലേ? ഇനി നമ്മൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഇതിനെല്ലാം പകരം കറസ്പോണ്ടിങ് കണ്ടീഷണൽ പ്രോബിലിറ്റി എഴുതുകയാണ്. നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടീഷണൽ പ്രോബിലിറ്റി ഡിഫൈൻ ചെയ്തത്? P of A given B is equal to P of AB by P of B. ഇനി ഇങ്ങോട്ട് നോക്കിയേ, തിരിച്ച് ഇങ്ങോട്ട് മാറ്റാനാണെങ്കിൽ P of AB by P of B, ഇവിടെ B ആണ് കോമൺ അല്ലേ? ഏതാണോ താഴെ വരുന്നത് അതാണ് കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിട്ട് എഴുതുമ്പം ഗിവൺ ആയിട്ട് വരേണ്ട ഇവൻറ്റ്, മറ്റേ ഇവൻ്റ് ആണ് മേലെ വരേണ്ടത്. ഈ രീതിയിലാണ് ഇതിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് പറയുന്നത്. P of AB by P of B ആണെങ്കിൽ അത് P of A given B എന്ന് പറയാം. തിരിച്ച് P of AB by P of A ആണെങ്കിൽ അതിനെ നമുക്ക് P of B given A എന്ന് വേണമെങ്കിലും എഴുതാം. സോ ഈ രീതിയിൽ നമ്മൾ തിരിച്ച് കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിട്ട് നമ്മൾക്ക് കിട്ടിയ ഈ സ്റ്റേറ്റ്മെൻറ്റിനെ മാറ്റാൻ പോവാണ്. ശ്രദ്ധിച്ച് നോക്കിയേ, ഇതിനെ കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിട്ട് എഴുതണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഏത് ഇവൻ്റ് ആണോ ഡിനോമിനേറ്ററിലുള്ളത് അത് ഗീവൺ ആയിട്ട് എഴുതണം, ബാക്കിയുള്ളതായിരിക്കണം മുകളിൽ വരുന്നത്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് P of A union B intersection C by P of C എന്ന് പറയുന്ന ഈ ഇവൻറ്റിനെ അല്ലെ ഇതിനെ നമുക്ക് P of A union B given C എന്ന് എഴുതാം. സംശയം ഇതിനെ അങ്ങോട്ട് ആലോചിച്ച് നോക്കിയാൽ മതി. P of A union B given C എന്തായിരിക്കും? P of A union B intersection C divided by P of C. അത് തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇതിന് പകരം ഐ ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അതേപോലെ ഇവിടെ നോക്കൂ, A intersection C by P of C. C ആണ് ഡിനോമിനേറ്ററിൽ, അത് ഗിവൺ ആക്കി എഴുതാം, ബാക്കിയുള്ള ഇവൻറ്റിനെ മുകളിൽ എഴുതാം. സോ ദിസ് ബിക്കംസ് P of A given C, this becomes P of B given C, and this becomes ഡിനോമിനേഷനിലുള്ളത് ഗിവൺ. അപ്പോൾ C ഗിവൺ ആവും. C കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് AB ആണ്, P of AB given C. So our statement becomes P of A union B given C is equal to P of A given C plus P of B given C minus P of AB given C. അത് തന്നെയായിരുന്നു പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്ന റിസൾട്ട്. സോ ഇതാണ് പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. നമ്മളതിനു വേണ്ടി എന്താ ചെയ്തത്? ഒന്നുകൂടി ജസ്റ്റ് ആ റിസൾട്ടിലേക്ക് പോവാം. നമ്മൾ അതിനായിട്ട് രണ്ട് ഇവൻറ്റ്സ് കൺസിഡർ ചെയ്തു, AC-യും BC-യും. ആ AC-BC എന്ന രണ്ട് ഇവൻറ്റ്സിന് അഡീഷൻ തിയറം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പോലെ അതിനെ തിരിച്ചിട്ട് ഇങ്ങനെ എഴുതി. ഇവിടെ കോമൺ ആയിട്ടുള്ള ഇവൻറ്റിനെ എടുത്തു കളഞ്ഞിട്ട് ഇങ്ങനെ എഴുതി. എന്നിട്ട് LHSനും RHSനും നമ്മൾ എന്ത് ചെയ്തു? P of C കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. ഇത്രയും വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രൂഫ് ഈസിയാണ്. ആകെ ചെയ്തത് അതിനെ ആ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ടേംസിലേക്ക് മാറ്റുകയാണ്. സോ ദിസ് ഈസ് ദ റിസൾട്ട്. സോ വി ക്യാൻ സേ ഹെൻസ് ദ പ്രൂഫ്. അതാണ് നമ്മുടെ ഒന്നാമത്തെ റിസൾട്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ റിസൾട്ടിലേക്ക് പോവാണ്. ദാറ്റ് ഈസ് യു ഹാവ് ടു show that if A, B, C are any three events, you have to show that P of A given C is equal to P of AB given C plus P of AB dash given C. P of A given C is equal to P of AB given C plus P of AB dash given C. ഇത് പ്രൂവ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് നമ്മുടെ വെൻ ഡയഗ്രത്തിലേക്കൊന്ന് പോകണം. അപ്പം എയും ബിയും സിയും എനി 3 ഇവൻറ്റ്സ് ആണെന്നാണ് തന്നേക്കുന്നത്. നൗ ലുക്ക് അറ്റ് ദ വെൻ ഡയഗ്രാം. ഇതാണ് എ, ഇത് ബി, ഇത് സി. നമുക്കെല്ലാം അറിയാം, മൂന്നും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോർഷൻ, ഈ ഡാർക്കായിട്ട് ഞാൻ ഷെയ്ഡ് ചെയ്തേക്കുന്ന പോർഷൻ എന്ന് പറയുന്നതാണ് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി, അല്ലെങ്കിൽ അതിനെ നമുക്ക് എ ബി സി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പോർഷനാണ് എ ബി സി. ഇനി ഈ പോർഷൻ നോക്കിയേ, ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണ്? ഇത് എയുടെ ഒരു പാർട്ടാണ്, സിയുടെ ഒരു പാർട്ടാണ്, പക്ഷേ ബിയുടെ പുറത്താണ്. ഇത്രയും മാത്രം ഈ ഒരു ചെറിയ പോർഷൻ. ഇതെന്ന് പറയുന്നത് എയ്ക്കുള്ളിലുണ്ട്, സിക്ക് ഉള്ളിലുണ്ട്, പക്ഷേ ബി എന്ന് പറഞ്ഞ ഈ സർക്കിളിൻ്റെ പുറത്താണ്. അപ്പോൾ എനിക്കിതിനെ എങ്ങനെ പറയാം? എ ബി ഡാഷ് സി എന്ന് പറഞ്ഞൂടെ? എയിലുണ്ട്, സിയിലും ഉണ്ട്, പക്ഷേ ബിയിലില്ല. സോ ദിസ് സ്മോൾ പോർഷൻ ഇസ് എ ബി ഡാഷ് സി. ഇനി നിങ്ങൾ ഈ രണ്ടെണ്ണം കൂടെ നോക്കൂ. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പം അല്ലെ കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കണ്ണ് പോലുള്ള ഈ പോർഷൻ, ഇതെന്താ നോക്കൂ. ഈ കണ്ണ് പോലുള്ള ഈ പോർഷൻ സത്യത്തിൽ എയുടെയും സിയുടെയും കൂടി ഇൻ്റർസെക്ഷൻ അല്ലേ? ഫിഗർ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം
എ ബി ഡാഷ് സി എന്ന് പറയുന്ന ഈ പോർഷനും എ ബി സി എന്ന് പറയുന്ന ഈ ഡാർക്ക് ഷെയ്ഡഡ് പോർഷൻ കൂടെ യൂണിയൻ എടുത്താൽ, ക്ലബ് ചെയ്താൽ, വി ഗെറ്റ് ദിസ് പോർഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ സി. അത് നമുക്ക് ഫിഗർ ഉപയോഗിച്ചും പറയാം. അല്ലാതെ ആലോചിച്ച് നോക്കിയാൽ ബി, ഇവിടെ നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ ബി ഉണ്ട്, ഇവിടെ ബി ഡാഷ് ഉണ്ട്, ഇവിടെ ബിയും ബി ഡാഷോടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നമ്മൾ അല്ലാതെ ഫിഗർ ഉപയോഗിച്ച് ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ ആലോചിച്ചാലും എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി നമ്മൾ യൂണിയൻ എടുക്കുമ്പം ബി യൂണിയൻ ബി ഡാഷ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് എസ് ആയിട്ട് മാറും. എസിൻ്റെ കൂടെ അപ്പോൾ നമുക്ക് എ സി ഇൻ്റർസെക്ഷൻ എ സി യൂണിയൻ എ സി യൂണിയൻ എ സി ഇൻ്റർസെക്ഷൻ എസ് എന്ന രീതിയിലാണത് വരുന്നത്. അത്രയും കോംപ്ലിക്കേഷനിലേക്ക് നിങ്ങൾ പോകണ്ട. ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ അല്ലേ? ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ, അതായത് എ ബി സി എന്ന് പറയുന്ന ഈ പോർഷനും ഇപ്പുറത്തുള്ള ഈ കൊച്ചു പോർഷനോട് യൂണിയൻ എടുത്താൽ നമുക്ക് ഈ കണ്ണിൻ്റെ ഷേപ്പുള്ള പോർഷൻ കിട്ടും, വിച്ച് ഇസ് ആക്ച്വലി എ ഇൻ്റർസെക്ഷൻ സി. ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ദാറ്റ് എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി ഈസ് ഈക്വൽ ടു എ സി. ഓക്കെ, ഇനി എ ബി സി എന്ന് പറയുന്നത് ഈ ഷെയ്ഡഡ് പോർഷൻ, എ ബി ഡാഷ് സി എന്ന് പറയുന്ന അതിൻ്റെ ഇപ്പുറത്തെ പോർഷൻ രണ്ടിനും കോമൺ ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് എ ബി സിയും എ ബി ഡാഷ് സിയും ഡിസ്ജോയിൻ്റ് ആണ്. ആക്ച്വലി ഇതിൽ ബി ഉണ്ട്, ഇതിൽ ബി ഡാഷ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ബിയിൽ ഇല്ലാത്തത് മാത്രമേ ബി ഡാഷിലുള്ളൂ. അപ്പോൾ ഇതിനൊരിക്കലും കോമൺ ആയിട്ട് ഒന്നും വരാൻ പറ്റില്ല. സോ എ ബി സി ആൻഡ് എ ബി ഡാഷ് സി ആർ ഡിസ്ജോയിൻ്റ്. ഈ ഒരു എന്താ പറയുക ഫാക്റ്റാണ് നമ്മളുടെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിസൾട്ട് എന്തായിരുന്നു എന്ന് ഒന്നുകൂടെ നോക്കാം. നമ്മളോട് ചോദിച്ചേക്കുന്ന ഇതാണ്: ഫോർ എനി 3 ഇവൻറ്റ്സ് എ ബി സി ഷോ ദാറ്റ് P of A given C is equal to P of AB given C plus P of AB dash given C. ഇതിൻ്റെ പ്രൂഫിന് വേണ്ടിയാണ് നമ്മൾ ഇത്രയും എഴുതിയത്. എന്തായിരുന്നു നമ്മളിപ്പോൾ എഴുതിയത്? എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി ഈസ് ഈക്വൽ ടു എ സി ആൻഡ് എ ബി സി എ ബി ഡാഷ് സി എന്ന് പറയുന്ന രണ്ട് ഇവൻറ്റ്സ് ഡിസ്ജോയിൻ്റ് ആണ്. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ പ്രൂഫ്. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ റൈറ്റ് സൈഡ് എടുത്തിട്ടാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. ഈ റിസൾട്ടിൻ്റെ RHS എടുത്തിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് LHS ആണെന്ന് കാണിക്കാൻ പോവാണ്. സോ വി ആർ ഗോയിങ് ടു കൺസിഡർ ദ RHS ഓഫ് ദി ഇവൻറ്റ്. ഓഫ് ദി റിസൾട്ട് കൺസിഡർ ദി RHS. RHS എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു: P of AB given C plus P of AB dash given C. നമുക്ക് ഡെഫിനിഷൻ അറിയാം. A given B എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ജോയിൻറ്റ് പ്രോബിലിറ്റി ബൈ മാർജിനൽ. അപ്പോൾ അതനുസരിച്ച് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? P of ABC by P of C. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ P of AB dash C by P of C. സോ രണ്ടിനും ഒരേ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ന്യൂമറേറ്ററിനെ ഇങ്ങനെ ക്ലബ് ചെയ്യാം. ഇറ്റ് ഇസ് P of ABC പ്ലസ് P of AB dash C. ഈ രണ്ട് ഇവൻറ്റ്സിനെ പറ്റി തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് കേട്ടോ. എ ബി സിയും എ ബി ഡാഷ് സിയും ഡിസ്ജോയിൻ്റ് ആണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് ആക്സിയം 3യെ ഞാൻ തിരിച്ചിടുകയാണ്. അതായത് ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആയതുകൊണ്ട് രണ്ടിൻ്റെ പ്രോബിലിറ്റീസിൻ്റെ സമ്മിനെ എനിക്ക് യൂണിയൻ്റെ പ്രോബിലിറ്റി ആയിട്ട് പറയാം. എന്തായിരുന്നു ആക്സിയം 3? രണ്ട് ഡിസ്ജോയിൻറ്റ് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ പ്രോബിലിറ്റീസിൻ്റെ സം ആണ്. അതിനെ ഞാൻ തിരിച്ചിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ സമ്മിനെ ഞാനിപ്പോൾ ഇങ്ങനെ യൂണിയനായിട്ട് എഴുതി. പക്ഷേ എഗെയിൻ നമുക്കറിയാം ഈ രണ്ട് ഇവൻറ്റ്സിൻ്റെ യൂണിയൻ എന്താ? അതാണ് എ സി എന്ന് പറയുന്ന ഇവൻറ്റ്. അപ്പോൾ അത് ഞാൻ അവിടെ അപ്ലൈ ചെയ്യാണ്. ആ സെയിം രണ്ട് ഇവൻറ്റ്സിൻ്റെ യൂണിയനാണ് ഇവിടെ കിട്ടിയത്. ഇതിന് രണ്ടിനും കൂടെ പകരം ഞാൻ എ സി എന്നിട്ടു. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ നിൽക്കുന്നു. സോ വി ഹാവ് P of AC by P of C. P of AC by P of C എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു P of A given C. അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത എന്താ? RHS എടുത്ത് P of AB given C plus P of AB dash given C is equal to P of A given C എന്നാണ് പ്രൂവ് ചെയ്തത്. അത് തന്നെയാണ് നമ്മളുടെ റിസൾട്ട്. നോക്കിയേ, ഷോ ദാറ്റ് P of A given C is equal to P of AB given C plus P of AB dash given C. സോ ഇവിടെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഈ ഒരു ഫാക്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡ് എടുത്ത് നമ്മളുടെ സാധാരണ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഡെഫിനേഷൻ ഉപയോഗിച്ച് റൈറ്റ് ഹാൻഡ് സൈഡിനെ എക്സ്പാൻഡ് ചെയ്തു. ഒരേ ഡിനോമിനേറ്റർ ആയതുകൊണ്ട് ന്യൂമറേറ്ററിനെ രണ്ടും കൂടെ ക്ലബ് ചെയ്തു. ക്ലബ് ചെയ്തിട്ട് ആക്സിയം, ഇത് രണ്ടും ഡിസ്ജോയിൻ്റ് ആണെന്ന് അപ്പുറത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് ആക്സിയം 3 ഉപയോഗിച്ച് ഡിസ്ജോയിൻ്റ് ഇവൻറ്റ്സ് ആയതുകൊണ്ട്
സം എന്ന് പറയുന്നത് യൂണിയനായിട്ട് തിരിച്ചു മറിച്ച് എഴുതാം. യൂണിയനെ സമ്മായിട്ട് എഴുതാം, സമ്മിനെ യൂണിയനായിട്ട് എഴുതാം എന്ന ലോജിക്ക് ഉപയോഗിച്ചു. എന്നിട്ട് എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി, അത് ഇവിടെ നമ്മൾ അതിന് രണ്ടിൻ്റെയും കൂടെ യൂണിയൻ എ സി ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപയോഗിച്ച് എ സി എന്ന് പറഞ്ഞു. സോ വി ഹാവ് പി ഓഫ് എ സി ബൈ പി ഓഫ് സി ആൻഡ് പി ഓഫ് എ സി ബൈ പി ഓഫ് സി ഈസ് പി ഓഫ് എ ഗിവൺ സി. സോ ആർ എച്ച് എസ് എടുത്തിട്ട് നമ്മളത് എൽ എച്ച് എസ് ആണെന്ന് പ്രൂവ് ചെയ്തു. സോ വി ഗോട്ട് അവർ റിസൾട്ട്. സോ വി ക്യാൻ സേ ഹെൻസ് ദ പ്രൂഫ്. ആക്ച്വലി ദ റിസൾട്ട്സ് ഇൻ ദിസ് സെക്ഷൻ ദേ ആർ ആക്ച്വലി ഷോർട്ട്. പക്ഷേ ദ പ്രോബ്ലം ഇസ് കുറച്ച് ഈ ഗിവൺ ഉള്ള കണ്ടീഷനും ഡെഫിനേഷനും ഒക്കെ കൂടെ വരുന്നതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഫീൽ ചെയ്യും. ബട്ട് ആക്ച്വലി ഓൾ ദി റിസൾട്ട്സ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നോർമലി ഒരെണ്ണമൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ വി നോർമലി സീ ഇൻ എക്സാംസ്. അതുകൊണ്ട് ഇതെല്ലാം എഴുതി പഠിക്കണം. ഇനി മൂന്നാമത്തെ റിസൾട്ട്, ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി. ഇതുവരെയുള്ള രണ്ടും എനി ഇവൻസ് എ ബി സിക്കായിരുന്നു. മൂന്നാമത്തെ റിസൾട്ട് നമ്മളൊരു കണ്ടീഷൻ പറയാണ്, ഇഫ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി ആൻഡ് P of A is greater than 0, then P of B given A is less than or equal to P of C given A. ഇതിനോട് കുറച്ച് സിമിലറായിട്ട് നമ്മളൊരു റിസൾട്ട് ഓർഡിനറി കേസിൽ പഠിച്ചിരുന്നു. ബി സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ചെറിയ സെറ്റിൻ്റെ പ്രോബിലിറ്റി വലിയ സെറ്റിൻ്റെ പ്രോബിലിറ്റിയെക്കാട്ടി ചെറുതാണ് എന്നൊരു റിസൾട്ട് നമ്മൾ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? വെൻ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, പി ഓഫ് എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി. അതിനോട് സിമിലറാണിത്. അതേ കാര്യമാണ് ഇവിടെയും പറയുന്നത്. വെൻ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി, ചെറിയ ഇവൻറ്റിൻ്റെ കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വലിയ ഇവൻറ്റിൻ്റെ കണ്ടീഷണൽ പ്രോബിലിറ്റിയെക്കാട്ടിൽ കുറവായിരിക്കും വെൻ പി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. എഗെയിൻ നമ്മൾ ഇതിൻ്റെ പ്രൂഫിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞ ഇതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത്? എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി ഈസ് ഈക്വൽ ടു എ സി where A, B, C and A, B dash C are disjoint. ഇതേ കൺസെപ്റ്റാണ് നമ്മളുടെ ഈ റിസൾട്ടിൻ്റെയും പ്രൂഫിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതിയേക്കുന്നത്. വി യൂസ് ദിസ് കൺസെപ്റ്റ് എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി ഈസ് ഈക്വൽ ടു എ സി. ഇനി പ്രൂഫിലേക്ക് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് വി ആർ അഗെയിൻ ഗോയിങ് ടു കൺസിഡർ ദ റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, കൺസിഡർ പി ഓഫ് സി ഗിവൺ എ. So what is P of C given A? Definition അനുസരിച്ച് it is P of CA by P of A. CAക്ക് ഞാൻ എ സി എന്നങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു P of എ സി ബൈ P of A. പക്ഷേ എന്താണ് എ സി? എ സി ഇസ് എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി. ഞാൻ എ സിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇറ്റ് ഇസ് P of എ ബി സി യൂണിയൻ എ ബി ഡാഷ് സി ബൈ P of A. ഇവിടെ ആക്സിയം 3 യൂസ് ചെയ്യുകയാണ്. ഈ രണ്ട് ഇവൻസും ഡിസ്ജോയിൻ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആക്സിയം 3 ഉപയോഗിക്കുമ്പോൾ ഇത് എന്ത് വരും? പി ഓഫ് എ ബി സി പ്ലസ് പി ഓഫ് എ ബി ഡാഷ് സി ബൈ പി ഓഫ് എ. പി ഓഫ് നമ്മളിങ്ങനെയാണ് വരുന്നത്, സ്മോൾ എ പ്ലസ് സ്മോൾ ബി ബൈ സ്മോൾ സി. അതിനെ നമുക്ക് എ ബൈ സി പ്ലസ് ബി ബൈ സ്മോൾ എ പ്ലസ് സ്മോൾ ബി ബൈ സ്മോൾ സി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബൈ സി പ്ലസ് ബി ബൈ സി എന്ന് എഴുതാം. സോ അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ദിസ് ഇസ് ഈക്വൽ ടു പി ഓഫ് എ ബി സി പ്ലസ് പി ഓഫ് എ ബി ഡാഷ് സി ബൈ പി ഓഫ് എ. അതിനകത്ത് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ബി സി ബൈ പി ഓഫ് എ പ്ലസ് പി ഓഫ് എ ബി ഡാഷ് സി ബൈ പി ഓഫ് എ. നൗ വാട്ട് ഈസ് ദിസ്? ഇതിനെ ഞാൻ കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോമിലേക്ക് മാറ്റുകയാണ്. കണ്ടീഷണൽ പ്രോബിലിറ്റിയുടെ ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് നമ്മളത് ചെയ്യുന്നത്? താഴെയുള്ളതായിരിക്കണം ഗിവൺ ആയിട്ട് എഴുതുന്നത്. അത് ഒഴികെയുള്ള ബാക്കി ഒന്നോ രണ്ടോ മൂന്നോ എന്താണോ ഉള്ളത് അതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ താഴെയുള്ളത് പി ഓഫ് എ ആണ്. അപ്പം കണ്ടീഷണൽ പ്രോബിലിറ്റി ആയിട്ട് എഴുതുമ്പോൾ ഗിവൺ എ എന്ന് വരും. അത് എ ഒഴികെയുള്ളത് ബി സി ആണ്. സോ ദിസ് ടേം ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി സി ഗിവൺ എ. അതേപോലെ ഇവിടെ നോക്കൂ, എഗെയിൻ ഡിനോമിനേറ്ററിൽ എ ആയതുകൊണ്ട് ഗിവൺ എ എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ. എ ഒഴികെ പിന്നെ എന്താ ഉള്ളത്? ബി ഡാഷ് സി ആണ്. സോ ദിസ് ബിക്കംസ്, ഈ ടേമിന് പകരം എനിക്ക് എന്തെഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി ഓഫ് ബി ഡാഷ് സി ഗിവൺ എ. അപ്പോൾ ഇതിന് പകരം എനിക്ക് പി ഓഫ് ബി സി ഗിവൺ എയും കിട്ടി. ഇതിന് പകരം പി ഓഫ് ബി ഡാഷ് സി ഗിവൺ എയും കിട്ടി. രണ്ടും രണ്ട് പ്രോബബിലിറ്റീസ് ആണ്. ഇത് രണ്ടും നോൺ നെഗറ്റീവും ആണ്, അല്ലേ? അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരുന്നു തുടങ്ങിയത്? പി ഓഫ് സി ഗിവൺ എയിൽ നിന്നാണ് തുടങ്ങിയത്. സി ഗിവൺ എയ്ക്ക് അതിൻ്റെ ഫോർമുല കൊടുത്ത് എ സിക്ക് പകരം ഇങ്ങനെ എഴുതി, ആക്സിയം 3 ഉപയോഗിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്ത്, എന്നിട്ട് രണ്ടിനെയും കണ്ടീഷണൽ പ്രോബബിലിറ്റി ആയിട്ട് എഴുതി. സോ വാട്ട് വി ഹാവ് ഇസ് പി ഓഫ് സി ഗിവൺ എ ഈസ് ഈക്വൽ ടു ദിസ് പ്ലസ് ദിസ്.
ശരിയാണല്ലോ. സോ വാട്ട് വി നൗ ഹാവ് ഇസ് പി ഓഫ് സി ഗിവൺ എ ഈസ് ഈക്വൽ ടു പി ഓഫ് ബി സി ഗിവൺ എ പ്ലസ് പി ഓഫ് ബി ഡാഷ് സി ഗിവൺ എ. ശ്രദ്ധിച്ചേ, ഇതൊരു പോസിറ്റീവ് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്, ഇതും ഒരു നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത് സംതിങ് ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ എ എന്നും ഇതിനെ ബി എന്ന് കൊടുത്താൽ സംതിങ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 5 ഈസ് ഈക്വൽ ടു 2 പ്ലസ് 3. ഇതിൽ നിന്ന് ഞാൻ ഈ 2നെ അങ്ങ് എടുത്ത് മാറ്റിയാൽ 5ഉം 2ഉം തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായി മാറും? ഈക്വൽ ടു മാറി അവിടെ സ്ഥാനത്ത് എന്ത് വരും? 5 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും അല്ലേ? അതായത് ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു പോസിറ്റീവ് ടേമിനെ അങ്ങ് എടുത്ത് മാറ്റുവാണെങ്കിൽ ഇക്വാളിറ്റി എന്തായി മാറും? ഇറ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ അതേപോലെ ഈ സ്റ്റേറ്റ്മെൻ്റ് ഒരു ഇക്വാളിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതിൽ നിന്ന് ഞാൻ ഇതിനെ അങ്ങ് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ഇക്വാളിറ്റിക്ക്? ദിസ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതായത് വി ഹാവ് പി ഓഫ് സി ഗിവൺ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി സി ഗിവൺ എ. ഓക്കെ, പി ഓഫ് സി ഗിവൺ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി സി ഗിവൺ എ. പക്ഷേ ഒരു കണ്ടീഷനുണ്ട് ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്. ഇവിടെ എയും ബിയും സിയും എനി 3 ഇവൻറ്റ്സ് അല്ല, ഒരു കണ്ടീഷൻ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു കണ്ടീഷൻ? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബി സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ വാട്ട് ഈസ് ബി സി? ബി സിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി ഇൻ്റർസെക്ഷൻ സി എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദ സ്മോളർ ഇവൻറ്റ് അല്ലേ? ബി സി ഈസ് ഈക്വൽ ടു ബി. അപ്പം നമ്മൾ അത് ഇവിടെ യൂസ് ചെയ്യാണ് ഈ ബി സിക്ക് പകരം. സോ വി ഹാവ് പി ഓഫ് സി ഗിവൺ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് ബി സിക്ക് പകരം ബി ഇട്ടു, ബി ഗിവൺ എ. അതുതന്നെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്ന റിസൾട്ട്. സോ വി ഹാവ് ദ പ്രൂഫ്. സോ വി ക്യാൻ റൈറ്റ് ഹെൻസ് ദ പ്രൂഫ്. അപ്പോൾ അതാണ് നമ്മളുടെ തേർഡ് റിസൾട്ട്. Now we are coming to the last result of today. This is again actually it's a very important result and a very elementary result. Result idana, A and B, if A and B are mutually exclusive. Mutually exclusive inu mattoru perana disjoint alle. If A and B are mutually exclusive and if P of A greater than 0 and P of B greater than 0, then A and B cannot be independent. അതായത് എയും ബിയും രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ല. ഇത് ആക്ച്വലി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ പൊതുവേ നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന വേർഡും ഇൻഡിപെൻഡൻ്റ് എന്ന വേർഡും ഒരേപോലെ മനസ്സിലാക്കും. സത്യത്തിൽ അത് രണ്ടും ടോട്ടലി രണ്ട് കൺസെപ്റ്റുകളാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലേ? രണ്ടിനും കോമൺ ആയിട്ടൊന്നുമില്ല എന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിൻറ്റിൻ്റെ മീനിങ്. എനിക്ക് തോന്നുന്നു ഞാനിത് അന്ന് ക്ലാസ്സിലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഫൈ ഈക്വൽ ടു 0 ആയിരിക്കും. എപ്പോൾ? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ. ശരിയല്ലേ? പക്ഷേ ഇൻഡിപെൻഡൻറ്റിൻ്റെ കണ്ടീഷൻ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. രണ്ടും കംപ്ലീറ്റ്ലി രണ്ട് കാര്യങ്ങളാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും കൂടെ പ്രോബബിലിറ്റി 0 ആകും. എ ആൻഡ് ബിയുടെ പ്രോബബിലിറ്റി 0 ആകുന്നതിനെയാണ് നമ്മൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. എ ആൻഡ് ബിയുടെ പ്രോബബിലിറ്റി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആകുന്നതാണ് ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് രണ്ടും ടോട്ടലി രണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണെന്ന് മാത്രമല്ല, രണ്ട് ഇവൻറ്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ അവരൊരിക്കലും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ല. ഓക്കെ, 2 ഇവൻറ്റ്സ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ then they can never be independent if P of A greater than 0 and P of B greater than 0. ഇത് രണ്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ doesn't matter. ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ എന്താ? നൾ ഇവൻ്റ് ആണ് അല്ലേ? അതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. സോ ദാറ്റ് ഈസ് ദ fourth result. If A and B are mutually exclusive and P of A greater than 0 and P of B greater than 0, then A and B cannot be independent. അപ്പോൾ നമ്മൾ
അതിൻ്റെ പ്രൂഫിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഒന്നുകൂടി ഞാൻ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ പറയാം. ഇത് ഇൻഡിപെൻഡൻസിൻ്റെ ഒരു കണ്ടീഷനായിരുന്നു. ഓർമ്മയുണ്ടല്ലോ, ഇന്നലെ നമ്മൾ 3 കണ്ടീഷൻസാണ് ഇൻഡിപെൻഡൻസിന് പറഞ്ഞത്. എന്തൊക്കെയാണ്? എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് എ ബി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇതായിരുന്നു നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. അല്ലെങ്കിൽ എന്താണ്? പി ഓഫ് എ ഗിവൺ ബി വിൽ ബി ഈക്വൽ ടു പി ഓഫ് എ ആൻഡ് പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ബി. ഈ 3 കണ്ടീഷൻസിൽ ഏത് സാറ്റിസ്ഫൈ ചെയ്താലും നമുക്ക് എന്ത് പറയാം? എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാം. സോ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വി ക്യാൻ ഗോ ഇൻ ടു ദ പ്രൂഫ് ഓഫ് ദ റിസൾട്ട്. സോ തന്നിരിക്കുന്നത് എന്താ? എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് then they cannot be independent. So A and B are mutually exclusive means what? It means A intersection B equal to null set. That means P of A intersection B equal to 0. Alle? So given that P of A intersection B equal to 0. ഇനി നമ്മളുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റീസ് എടുക്കുകയാണ്. അപ്പം എയും ബിയും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ കണ്ടീഷൻ ഇതാണ്: പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പി ഓഫ് എ എന്ന് കിട്ടണം, പി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പി ഓഫ് ബി എന്ന് കിട്ടണം. ഈ കേസിൽ നമ്മളുടെ ഇപ്പോൾ ഈ ഗിവൺ കണ്ടീഷൻസ് ഉള്ള ഈ കേസിൽ നമ്മൾ പി ഓഫ് എ ഗിവൺ ബി കണ്ടുപിടിക്കാൻ പോവാണ്. സോ വാട്ട് ഈസ് പി ഓഫ് എ ഗിവൺ ബി? ഇറ്റ് ഈസ് പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 കൊടുത്താൽ ഇക്വേഷൻ 1 ഇവിടെ യൂസ് ചെയ്തേ, അപ്പോൾ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ബൈ പി ഓഫ് ബി ഈക്വൽ ടു 0. ഇതിന് ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുക്കുന്നു. അതേപോലെ വാട്ട് ഈസ് പി ഓഫ് ബി ഗിവൺ എ? ഇറ്റ് ഈസ് അഗെയിൻ പി ഓഫ് എ ബി ബൈ പി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു 0 ബൈ പി ഓഫ് എ വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ 3. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2-ൽ നിന്നും ഇക്വേഷൻ 3-ൽ നിന്നും 2 റിസൾട്ടാണ് കിട്ടിയത്. എന്താ? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബിയുടെ വാല്യൂവും 0 എന്ന് കിട്ടി, പി ഓഫ് ബി ഗിവൺ എയുടെ വാല്യൂവും 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് വാട്ട്? നമുക്ക് ഓൾറെഡി ക്വസ്റ്റിലൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, പി ഓഫ് എയും പി ഓഫ് ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് ഒരിക്കലും 0യോട് ഈക്വൽ ആവില്ല. അതായത് പി ഓഫ് എയും 0 അല്ല, പി ഓഫ് ബിയും 0 അല്ല എന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി വായിച്ചേ. പി ഓഫ് എ ഗിവൺ ബി 0 ആണെന്ന് കിട്ടി, പി ഓഫ് എ ഒരിക്കലും 0 ആവില്ല എന്നും കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? പി ഓഫ് എ ഗിവൺ ബി പി ഓഫ് എയോട് ഈക്വൽ അല്ല എന്ന് പറയാമല്ലോ അല്ലേ? കാരണം പി ഓഫ് എ ഗിവൺ ബി 0 എന്നാണ് കിട്ടിയത്. പി ഓഫ് എ ഒരിക്കലും 0 ആവാനും പറ്റില്ല. അപ്പോൾ പി ഓഫ് എ ഒരിക്കലും ഇതാവില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ കാണിച്ചേക്കുകയാണ്. But we already know P of A can never take the value 0. That means ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ P of A given B യുടെ വാല്യൂവും P of A യുടെ വാല്യൂവും ഈക്വൽ ആവില്ല. That means P of A given B is not equal to P of A. അതേപോലെയാണ് ഇവിടെ P of B ഒരിക്കലും 0 ആവില്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞേക്കുകയാണ്. പക്ഷേ നമ്മൾ P of B given A കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു 0 എന്ന് കിട്ടി ഇക്വേഷൻ 3-ൽ. പി ഓഫ് ബി ഗിവൺ എ 0 ആണ്, പക്ഷേ പി ഓഫ് ബിക്ക് 0 വരാനും പറ്റില്ല. ദാറ്റ് മീൻസ് വാട്ട്? ദിസ് ക്യാൻ നെവർ ബി ഈക്വൽ ടു പി ഓഫ് ബി. ദാറ്റ് ഈസ് ഐ ക്യാൻ സേ ദാറ്റ് പി ഓഫ് ബി ഗിവൺ എ ഈസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് ബി ഇൻ ദിസ് കേസ്. അതായത് ഇതായിരുന്നു നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻ. ആ 2 കണ്ടീഷനും വയലേറ്റ് ചെയ്തേക്കാണ്. സോ ഐ ക്യാൻ സേ ദാറ്റ് എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. മനസ്സിലായോ? ഒന്നുകൂടി ജസ്റ്റ് ഞാനൊന്ന് പറയാം. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ നോക്കിയത്? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇൻഡിപെൻഡൻ്റ് ആകാൻ പറ്റില്ല എന്നാണ് പ്രൂവ് ചെയ്തത്. ഇഫ് പി ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് പി ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പി ഓഫ് എ 0 അല്ല, പി ഓഫ് ബി 0 അല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്തത്? എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 5. ദാറ്റ് മീൻസ് പി ഓഫ് എ ബി ഈക്വൽ ടു 0. അതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് എടുത്തു. എന്നിട്ട് നമ്മൾ പി ഓഫ് എ ഗിവൺ ബി എടുത്തു. പി ഓഫ് എ ഗിവൺ ബിയുടെ ഫോമുല അനുസരിച്ചിട്ട് പി ഓഫ് എ ബി ബൈ പി ഓഫ് ബി. ന്യൂമറേറ്ററിൽ ഇക്വേഷൻ 1-ൻ്റെ വാല്യൂ ഇട്ടു. സോ ഇറ്റ് ബിക്കം 0 ബൈ പി ഓഫ് ബി ഈക്വൽ ടു 0. അതായത് വി ഗോട്ട് പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു 0.
അതേപോലെ പി ഓഫ് ബി ഗിവൺ എയും കണ്ടുപിടിച്ചു, അതിനകത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിൻ്റെ വാല്യൂവും 0 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 2-ൽ നിന്നും ഇക്വേഷൻ 3-ൽ നിന്നും നമുക്ക് എന്ത് കിട്ടി? ഫ്രം ഇക്വേഷൻ 2 വി ഗോട്ട് പി ഓഫ് എ ഗിവൺ ബി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ഫ്രം ഇക്വേഷൻ 3 വി ഗോട്ട് പി ഓഫ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 0. പക്ഷേ നമുക്ക് ഓൾറെഡി അറിയാം പി ഓഫ് എയ്ക്ക് 0 ആവാൻ പറ്റില്ല, പി ഓഫ് ബിക്കും 0 ആവാൻ പറ്റില്ല, കാരണം അത് സ്റ്റേറ്റ്മെൻറ്റിലുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ഇതും ഈക്വൽ അല്ല, ഇതും ഈക്വൽ അല്ല. പി ഓഫ് എ ഗിവൺ ബി ഈസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് എ, പി ഓഫ് ബി ഗിവൺ എ ഈസ് നോട്ട് ഈക്വൽ ടു പി ഓഫ് ബി. എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഇൻഡിപെൻഡൻസിൻ്റെ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ്. That means A and B are not independent. അപ്പോൾ എയും ബിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ എയ്ക്കും ബിക്കും ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ദ ലാസ്റ്റ് റിസൾട്ട് ഓഫ് ടുഡേ. ആസ് ഐ ടോൾഡ് യു, കണ്ടീഷണൽ പ്രോബബിലിറ്റി റിസൾട്ട്സ് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. സോ ഐ വാണ്ട് യു ടു റൈറ്റ് ഡൗൺ ആൻഡ് ലേൺ ഈച്ച് റിസൾട്ട് 1 by 1 ആയിട്ടെടുത്ത് പഠിക്കണം. ഐ ഷെയർ ദ നോട്ട്സ്. ഐ തിങ്ക് ഐ ഷെയർ ഈ 4 എണ്ണത്തിൻ്റെ നോട്ട്സ് ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്തേക്കാം. സോ ഇറ്റ് മൈറ്റ് ബി ഈസിയർ ഫോർ യു ടു ലേൺ. സോ ഹാവ് എ നൈസ് ടൈം. ബൈ.